നമസ്കാരം. കൈലാസത്തിലേക്ക് സ്വാഗതം. ഈ പറയുന്നൊരു വഴിപാട് മാത്രം മതി ആഗ്രഹം പെട്ടെന്ന് നടക്കാൻ. ശിവകുടുംബം തരും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ. വിചാരിച്ച കാര്യം ഉടൻ നടക്കാൻ ഇത് മാത്രം ചെയ്താൽ മതി. സർവകാര്യ വിജയം തരുന്ന മഹാദേവ വഴിപാടാണിത്. ഇത് ചെയ്താൽ മാറ്റം 100% ഉറപ്പാണ്. ആഗ്രഹിച്ചത് എന്തും സാധിച്ചു തരും ഭഗവാൻ. കുടുംബത്തിൽ ഐശ്വര്യം വരാൻ ഈ ഒരു വഴിപാട് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഒരുപാട് നാളായി ഒരു കാര്യം സാധിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, എത്ര ശ്രമിച്ചിട്ടും തടസ്സങ്ങൾ മാത്രം നേരിടുന്നുവെങ്കിൽ, ശിവകുടുംബത്തിൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ ചെയ്യാവുന്ന ഒരൊറ്റ വഴിപാടാണിത്. പലർക്കും അറിയാത്ത, എന്നാൽ ചെയ്താൽ ഉടനടി ഫലം തരുന്ന ഒരു സവിശേഷ വഴിപാടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ദോഷങ്ങളും മാറ്റി ഐശ്വര്യം കൊണ്ടുവരാൻ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. തടസ്സങ്ങൾ മാറി വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ ഈ ഒരു വഴിപാട് ചെയ്ത് നോക്കൂ. എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണത് എന്നെല്ലാം മനസ്സിലാക്കി വേണം ചെയ്യേണ്ടത്. മാറ്റം വളരെ വേഗം ഉറപ്പാണ്. 100% ഫലമാണ്. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 108 ധാര, കദളിപ്പഴ നിവേദ്യം, പാൽപ്പായസം, നെയ്വിളക്ക്. ഇതിലെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് കദളിപ്പഴ നിവേദ്യമാണ്. 3 കദളിപ്പഴം കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ്. ഒരു കൊല കൊണ്ടൊന്ന് സമർപ്പിക്കാൻ സാധിച്ചാൽ അത്രയും നന്ന്. നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. കദളിപ്പഴ നിവേദ്യം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ്. നിങ്ങളൊരു മുടക്കവും വിചാരിക്കുക, 3 കദളിപ്പഴമെങ്കിലും ഭഗവാന് സമർപ്പിച്ച് നോക്കണം. എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യണം കേട്ടോ. ചെയ്യാൻ പറ്റുന്ന എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിക്കണം. അതിനോടൊപ്പം നിങ്ങൾക്ക് സമ്പത്തുള്ളപ്പോൾ, സാമ്പത്തികപരം ഉള്ളപ്പോൾ നിങ്ങൾക്ക് 108 ധാര നിങ്ങൾ നടത്തണം ഭഗവാന്. ധാര എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ്. 108 ധാര നടത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജലധാരയെങ്കിലും നിങ്ങൾ നടത്തണം നിങ്ങളുടെ പേരിൽ. എന്നിട്ട് നേർച്ച നേരണം. ഭഗവാനെ, എൻ്റെ സമ്പത്തും സൗഭാഗ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ തിരുനടയിൽ 108 ധാര നടത്തിക്കോളാവേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. കദളിപ്പഴ നിവേദ്യത്തിനോടൊപ്പം തന്നെ ജലധാര നടത്തുക. പാൽപ്പായസം, അത് ഭഗവാന് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. വെള്ളിയാഴ്ചകളിൽ നടത്തണം. നെയ്വിളക്ക്, ഇതും കൂടി നടത്തണം. എന്നിട്ട് നന്ദികേശനൊരു കൂവളമാല മേടിച്ചു കൊടുക്കണം കേട്ടോ. നന്ദികേശനൊരു കൂവളമാല മറക്കരുത് കേട്ടോ. എന്നിട്ട് കനകമാല കൊടുക്കേണ്ടത് ആർക്കാ? ഗണപതി ഭഗവാന്. ഇത്രയും നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കാണെങ്കിലും സൽസന്താനങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാവാനും ആരോഗ്യവാനായി ഇരിക്കാനും മനപ്രയാസങ്ങൾ മാറാനും പെട്ടെന്നുള്ള പരിഹാരമാണിത്. കുടുംബ ഐക്യം ഉണ്ടാവാനും ശത്രുക്കളിൽ നിന്ന് മോചനം ഉണ്ടാവാനും തൊഴിൽ നേടാനും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഇത് 100% ഫലമാണ്. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന എന്ത് പ്രശ്നമായാലും ഭഗവാൻ ഒരു നിവൃത്തി ഉണ്ടാക്കി തരും. ഈ കദളിപ്പഴ നിവേദ്യം എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആളിനെ ഭഗവാൻ മറക്കത്തില്ല. ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും ഭഗവാൻ അത് മറക്കത്തില്ല കൊടുത്ത ആളിനെ. അതാണ് കദളിപ്പഴത്തിൻ്റെ പ്രത്യേകത. 3 കദളിപ്പഴമെങ്കിലും സമർപ്പിക്കുക ഭഗവാന്. അതിനോടൊപ്പം പാൽപ്പായസം ചെയ്യുക, നെയ്വിളക്ക് ചെയ്യുക, ജലധാര ചെയ്യുക. കഴിയുമെങ്കിൽ 108 ധാര തന്നെ നടത്തണം കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാം, നിങ്ങളുടെ പക്കനാളിന് ചെയ്യാം, പിറന്നാളിന് ചെയ്യാം. ഇതൊന്നും മുടക്കരുത് കേട്ടോ. സർവ്വ ഐശ്വര്യം വന്നു ചേരും. പെട്ടെന്ന് കാര്യം നടക്കും. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു വഴിപാട് മാത്രം മതി. നിങ്ങൾക്ക് എന്ത് പ്രശ്നമായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തൊഴിൽ തടസ്സം മാറാൻ ഇനി പരിഹാരം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എന്ത് പ്രശ്നത്തിനായാലും ഭഗവാൻ ഇതൊരു പരിഹാരം ഉറപ്പായിട്ടും കണ്ടുതരും. അതാണ് ഞാൻ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുടക്കരുത്. ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നത് നിങ്ങളതെടുത്ത് ആവർത്തിച്ച് ചെയ്യുക. എല്ലാം കൂടി ഒരാൾ ചെയ്യണമെന്നല്ല, ചെയ്യുന്നത് നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഒരുപാട് നല്ല നല്ല വഴിപാടുകളെക്കുറിച്ചും ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കാനും തൊഴിൽ തടസ്സം മാറാനും തൊഴിലുണ്ടാവാനും വിവാഹം നടത്താനും സൽസന്താനങ്ങൾ ഉണ്ടാവാനും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. 100% ഫലം തരുന്ന വഴിപാടുകളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. തുടർന്ന് ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ വരുന്നതാണ്. എല്ലാം ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന വഴിപാടുകളാണ്. ഒന്നിന് ഒരുപാട് പൈസ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. വലിയ ലക്ഷ്യങ്ങൾ കൊടുത്ത് ചെയ്തിട്ട് വെറുതെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ചെയ്താൽ മതി. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഐശ്വര്യം വരും.